വോളിയം പ്രൊഫൈലും ഗാമ എക്സ്പോഷറും വെച്ച് നിഫ്റ്റിയുടെ പ്രീ മാർക്കറ്റ് വീഡിയോ ആണ് ജനുവരി 19 നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഈ VPOC വരുന്ന ഈ ലോവർ ബി നോഡാണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് VPOC ആണ്. പിന്നെ പ്രൈസ് ആക്ഷൻ കൂടെ കൺഫേം ചെയ്ത് ബാക്കിയുള്ള ലോ വോളിയം ഏരിയ നോട്ട്സും കൂടെ ഒന്ന് മാർക്ക് ചെയ്താൽ വിചാരിച്ചു. പിന്നെ നമ്മൾ രാവിലെ മാർക്കറ്റ് മേലോട്ട് പോയപ്പോഴത്തേക്കും ഫോം ചെയ്ത ആ ടേപ്പറിംഗ് അടിച്ച് അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ ഭാവിയിൽ. പിന്നെ അതുപോലെ ഒരു ഫ്ലിപ്പ് ഏരിയ എന്ന് പറയുന്ന ആ മിഡിൽ ഏരിയ, അതായത് നമ്മളൊരു ബി എഴുതുമ്പോഴത്തേക്കും ആ ബിയുടെ നടുക്ക് വരുന്ന ഏരിയ, അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ മാർക്കറ്റ് ട്രെൻഡിന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് നമുക്കൊരു നല്ലൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഈ ഏരിയാസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മൾ നെക്സ്റ്റ് ഫ്രെയിമിൽ ഇതിൻ്റെ ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലൈൻസ് എല്ലാം എങ്ങനെയാണ് മാർക്ക് ചെയ്തത് എന്നുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ ഇതുവഴി തന്നത്. ഈ ഗാമ എക്സ്പോഷർ അനാലിസിലോട്ട് വരാം. അപ്പോൾ നമ്മൾ OI ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 25,700 എന്ന് പറയുന്നത് നമ്മൾ പുട്ട് റേറ്റേഴ്സ് കൂടുതലുണ്ടെങ്കിലും ഒരു മേജർ സപ്പോർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല എന്നുള്ളത്. അതിനുള്ള കാരണം അവിടെ 0 ഗാമ ആണ് എന്നുള്ളതാണ്. ചേഞ്ച് ഓഫ് ഹാൻഡ്സ് എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. OI മാത്രം നോക്കി ട്രേഡ് എടുക്കുന്നവരുണ്ടെങ്കിൽ അവരെ ട്രാപ്പിൽ വീഴേണ്ട എന്ന് വെച്ചാണ് പറഞ്ഞത്. നമ്മൾ ജെക്സ് നോക്കുമ്പോൾ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 25,800 തന്നെയാണ്. പക്ഷേ എനിക്ക് സപ്പോർട്ട് ലെവലിലോട്ട് നോക്കുമ്പോൾ മേജർ സപ്പോർട്ടൊന്നും കാണാനില്ല. അപ്പം ഒരു ബെയറിഷ് ബയാസ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നാളത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ദയവായിട്ട് കാണാൻ ശ്രമിക്കുക.